In this video, we are going to discuss about multiplication theorem. So the first case is when events are dependent. Suppose there are two events, event A and B, and these events are assumed to be dependent. So the probability for both the event A and B to take place together is denoted by probability of A intersection B. അപ്പം ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ അഡീഷൻ തിയറത്തിൽ നമ്മൾ യൂണിയൻ ആയിരുന്നു നോക്കിയതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ്റർസെക്ഷൻ. ദറ്റ് ഈസ് രണ്ട് ഇവൻറ്റും probability for both A and B to take place അങ്ങനെയുള്ളതാണ് നോക്കുന്നത്. So the probability for both A and B to take place, or P of A intersection B എന്ന് പറയുന്നത് is equal to P of A into P of B given A, or P of A intersection B is also equal to P of B into P of A given B. അപ്പം ആദ്യത്തേത് ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ എഴുതുന്നത് സെക്കൻഡ് കേസിൽ നമ്മളുടെ കണ്ടീഷനായിട്ടാണ് പോകുന്നത്. എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ദർ ആർ ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി ആൻഡ് എസ് ഇസ് ദ സാമ്പിൾ സ്പേസ് ആൻഡ് വിത്ത് n number of sample points, and event A contains small n number of sample points, and A intersection B part contains n1 number of sample points. So the probability of A intersection B, ഈ ഒരു സെക്ഷൻ്റെ probability എന്ന് പറയുന്നത് n1 divided by n, which is also equal to n1 by n into small n by n, n1 by n into small n divided by n. ഇവിടെ നമ്മളൊന്നും എന്താ ചെയ്തതെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സ്മോൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ this will become n1 by n into small n by n. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ n1 by n എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ആണ്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, ബി ഓൾറെഡി ഹാപ്പൻ ചെയ്തു, എ ഓൾറെഡി ഹാപ്പൻ ചെയ്തു. സോ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബി? ആൻഡ് n by n എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ. സോ ദ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇതൊരു എന്താണ് നമ്മൾക്ക് കണ്ടീഷൻ പ്രോബബിലിറ്റി എന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. സോ കണ്ടീഷൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ്. ബി എന്ന് പറയുന്ന ഇവൻ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഫോർ ഇവൻറ്റ് എ ടു ഹാപ്പൻ? ഓ ബി എന്ന് പറയുന്നത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് എ എന്ന് പറയുന്ന ഇവൻറ്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്നുള്ളതാണ് കണ്ടീഷൻ. സോ വി ആർ ജസ്റ്റ് ഗിവിങ് എ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. സോ ദ സാമ്പിൾ സ്പേസ് വുഡ് ബി ബി ബി, ബി ജി, ജി ബി ആൻഡ് ജി ജി. ബോയ് ബോയ്, ബോയ് ഗേൾ, ഗേൾ ബോയ് ആൻഡ് ഗേൾ ഗേൾ. സോ ഒരു കണ്ടീഷനാണ് ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ബോയ് ആണ്. സോ ദ ഔട്ട്കംസ് എങ്ങനെയാവും? ബോയ് ബോയ് ആൻഡ് ബോയ് ഗേൾ. സോ മറ്റ് 2 കേസിലും ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ബോയ് അല്ല. നമ്മളുടെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഫോർ ബോത്ത് ബോയ്സ്? ഈ ഒരു സെക്ഷനിൽ 2 ആൺകുഞ്ഞാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സോ ദാറ്റ് ഈസ് 1/2. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is the probability for both boys with the condition that first child is a boy? ആദ്യത്തെ കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഫോർ ബോത്ത് ബോയ്സ്? ദാറ്റ് ഇസ് ഓൾസോ ആദ്യത്തെ ആൺകുഞ്ഞ് എന്ന് പറയുന്നത് ഇതിൽ 2 കേസസ് ആണുള്ളത്. 2ലും ആൺകുഞ്ഞ് തന്നെയാണ് ആദ്യം ഉള്ളത്. പക്ഷേ 2 ആൺകുഞ്ഞ് എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 1/2. രണ്ടാമത്തെ കേസ്, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഫോർ ബോത്ത് ഗേൾസ്? 2 പെൺകുഞ്ഞുങ്ങളായിരിക്കണം. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് എ ബോയ്. അപ്പം അങ്ങനത്തെ ഒരു സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത് അവൈലബിൾ അല്ല. 2 പെൺകുഞ്ഞുങ്ങളായിരിക്കണം, പക്ഷേ ആദ്യത്തെ കുഞ്ഞ് ആണായിരിക്കണം. സോ ദ ആൻസർ ഇസ് 0. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഫോർ 1 ബോയ് ആൻഡ് 1 ഗേൾ ആൻഡ് ഫസ്റ്റ് ഇസ് എ ബോയ്? ആദ്യത്തേത് ആൺകുഞ്ഞായിരിക്കണം, പക്ഷെ രണ്ടാമത്തേത് എന്തായിരിക്കണം?
ബോയ് ആവാം ഓർ ഗേൾ ആവാം. സോ ദ ആൻസർ എന്ന് പറയുന്നത് 1/2. ദാറ്റ് ഈസ് ദിസ് വൺ. 1/2 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആദ്യത്തേത് ആൺകുഞ്ഞായിരിക്കണം. അതോടൊപ്പം തന്നെ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഫോർ 1 ബോയ് ആൻഡ് 1 ഗേൾ. ഒരു ബോയും ഒരു ഗേളും ആയിരിക്കണം. ഒരു ബോയും ഉണ്ടാവണം, ഒരു ഗേളും ഉണ്ടാവണം, പക്ഷെ ആദ്യത്തേത് ആൺകുഞ്ഞായിരിക്കണം. സോ ദ ആൻസർ ഇസ് 1/2. There is one more example. Box contains 3 red and 7 green balls. If 2 balls are taken one after the other without replacement, find the probability that both are red and both are green. So ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടും റെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ നമ്മൾ എടുക്കുന്ന ട്രയലിൽ ആദ്യം ഒരു ബോൾ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും അത് ആ കൂടയിലോട്ട് ഇടുന്നില്ല. സോ വിതൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഇവിടെ ഉണ്ട്. സോ ലെറ്റ് ഫസ്റ്റ് ഇവൻറ്റിന് നമ്മൾ R1 എന്ന് എടുക്കാം. സോ R1 എന്ന് പറയുന്നത് ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്, ആൻഡ് R2 എന്ന് പറയുന്നത് ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഇൻ സെക്കൻഡ് അറ്റംപ്റ്റ്. സോ പ്രോബബിലിറ്റി ഓഫ് R1 ഇൻ്റർസെക്ഷൻ R2 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് R1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് R2 ഗിവൺ R1. R1 എന്ന് പറയുന്ന ഇവൻ്റ് അവിടെ ഓൾറെഡി ഹാപ്പൻ ചെയ്തു. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് R2 എന്ന് പറയുന്ന ഇവൻറ്റ്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് R1 എന്ന് പറയുന്നത് ആദ്യത്തെ ട്രയലിൽ നമ്മൾക്ക് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാണ്? 3/10. 3 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, ദാറ്റ് ഈസ് 3/10. ഇനി പ്രോബബിലിറ്റി ഓഫ് R2 ഗിവൺ R1. R1 എന്ന് പറയുന്നത് കണ്ടീഷൻ ഇവിടെ തന്നു, ദാറ്റ് ഈസ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പം ഇവിടെ ഒരു ബോൾ കുറഞ്ഞു. എടുത്ത ബോൾ റെഡാണ്, ആ ബോൾ അവിടെ കുറഞ്ഞു. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 9 ഉള്ളൂ. അതിൽ റെഡ് ബോൾസിൻ്റെ എണ്ണം 2 ഉള്ളൂ. സോ ദ പ്രോബബിലിറ്റി ഓഫ് R2 സെക്കൻഡ് ഇവൻറ്റ് വന്നു. ഓൾറെഡി ഒരു കണ്ടീഷൻ ഉണ്ട്, ഫസ്റ്റ് ബോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല, ആ റെഡ് ബോൾ എടുത്ത് മാറ്റി. സോ ദ സെക്കൻഡ് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/9. സോ പ്രോബബിലിറ്റി ഓഫ് R1 ഇൻ്റർസെക്ഷൻ R2 എന്ന് പറയുന്നത് 3/10 ഇൻറ്റു 2/9, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/15. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബോത്ത് ആർ ഗ്രീൻ. അപ്പം ആദ്യത്തെ കേസ് നമ്മൾ സെയിം തന്നെയാണ്. G1 ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്, G2 എന്ന് പറയുന്ന ഇവൻറ്റ് ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ ബോൾ ഇൻ ദ സെക്കൻഡ് അറ്റംപ്റ്റ്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ ഫസ്റ്റ് ബോൾ ഇൻ്റർസെക്ഷൻ G2 എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് G1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് G2 ഗിവൺ G1. സോ പ്രോബബിലിറ്റി ഓഫ് G1 എത്രയാണ്? നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ ദർ ആർ 7 ഗ്രീൻ ബോൾസ് ആണ്. സോ ദാറ്റ് ഈസ് 7/10. പിന്നെ നമ്മൾ നോക്കി, അപ്പോൾ രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് G2 ഗിവൺ G1 എന്ന് പറയുന്നൊരു ഇവൻറ്റ് നമ്മൾ അവിടെ ഓൾറെഡി ഹാപ്പൻ ചെയ്തു. അപ്പോൾ അതിലെന്ത് പറഞ്ഞു? നമ്മളൊരു ഗ്രീൻ ബോൾ എടുക്കുന്നു, അത് റീപ്ലേസ് ചെയ്യുന്നില്ല. സോ 7ൽ നിന്നും ഒരു ബോൾ കുറയും. സോ 7ൽ നിന്നും ഒരു ബോൾ കുറയുമ്പോൾ ഇറ്റ് വിൽ ബി 6 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 9 ആയിട്ട് മാറി, കാരണം നമ്മൾ ആ ബോൾ അവിടെ റീപ്ലേസ് ചെയ്യുന്നില്ല. So the probability of G1 intersection G2 is equal to 7/10 into 6/9. That is equal to 42/90. That is 7/15. So this is how we calculate probability using multiplication theorem in the case of dependent, when the events are dependent.